ഇത് കണ്ട് തൃപ്തി വന്നില്ലേ ഇതുവരെ? കിടക്ക വിരിച്ചിട്ടുണ്ട്. ഏട്ടൻ കിടന്നോ? അവൻ കിടന്നു. പാവം, ഒരു വീട് വെക്കണം എന്നുള്ള മോഹം ഏട്ടനും ഉണ്ടാവും അല്ലേ? പിന്നില്ലാണ്ടിരിക്കുവോ? ഞാൻ പറഞ്ഞതിൽ ഏട്ടന് നീരസമുണ്ടോ? സ്വന്തം വീട്ടിലല്ലാണ്ട് എവിടെ ചെന്നാ ഏട്ടനൊരു സഹായം ചോദിക്കുക? ഞാൻ വെറുതെ പറഞ്ഞതല്ല. അലിയാറുടെ മില്ലിന്ന് ആവശ്യമുള്ള തടി ഞാൻ ഏർപ്പാട് ചെയ്ത് കൊടുക്കാം. പിന്നിപ്പോ എന്റെ മരുന്നിന് നല്ല സെയിൽസാ. കുറച്ച് കാശ് എനിക്ക് കിട്ടും, അത് ഏട്ടന് കൊടുക്കാം അല്ലേ? വാ, വന്ന് കിടക്ക്. നാളെ രാവിലെ പോകേണ്ടതല്ലേ? നമുക്കും വേണം നല്ലൊരു വീട്. പറ്റിയ ഇതുപോലെ തന്നെ പണിയണം. 2 നില. 2ാമത്തെ നിലയിലേക്ക് പുറത്തുനിന്ന് സ്റ്റെപ്സ് വേണം. പ്രേമയുടെ കല്യാണം നടത്തി അവളെയും ഭർത്താവിനെയും മുകളിലത്തെ നിലയിൽ താമസിപ്പിക്കാം. താഴെ ഞാനും അമ്മയും. നമ്മൾ രണ്ടാളും മാത്രം മതിയോ? പോരെ? നീ പറ, മതിയോ? അമ്മയുടെ ഇഷ്ടം. എന്താടോ? വെറുതെ. വെറുതെ ഒന്നുമല്ല. ഊണാ കഴിഞ്ഞോമേ? കഴിഞ്ഞ ഓരോരുത്തർ ഉറക്കായി. ആ, പാലേട്ടൻ വന്നിട്ടുണ്ടല്ലേ? ഉമ്മ പറഞ്ഞു. ശിവ, ഒന്നിങ്ങോട്ട് വന്നൊരു കാര്യം പറ. അത്ര വലിയ രഹസ്യമാണെങ്കിൽ ഞാൻ അങ്ങ് പോയേക്കാം. എന്താ കാര്യം? ഒരു കോള് വന്നിട്ടുണ്ട്. 10,000 ഉറുപ്പിക കിട്ടും. ഒറ്റയ്ക്ക് പോകാനൊരു മടി. നിനക്കൊന്ന് കൂട്ടുവരാമോ? നിനക്ക് 10,000 രൂപ കിട്ടുന്ന കാര്യമാണെങ്കിൽ ഏത് കള്ളക്കടത്തിന് ഞാൻ റെഡിയാ. എന്താ കാര്യം? പഴം. പഴം? പഴമെന്ന് പറഞ്ഞ ശവം. ഒരു കക്ഷിയുടെ കാർന്നൂര് കിറങ്ങി വയസ്സായി ചത്തതാ. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ശവം തറവാട്ടിലെത്തിക്കണം. മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഇന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മുടെ കാറി കൊണ്ടില്ലാമെങ്കിൽ 3,000 ഉറുപ്പിക തരാമെന്ന് പറഞ്ഞു. കേക്കട്ടെടാ. കുഴപ്പാവോ? കുഴപ്പമാവാതെ കൊണ്ടുപോകണം. കൊലക്കേസൊന്നുമല്ലല്ലോ? ഏയ്, ഞാൻ അറിയുന്ന ആളാ. എങ്ങനെ കൊണ്ടുപോകും? അതിലൊരു സൂത്രമുണ്ട്. ചൂടാറണതിന് മുമ്പ് കൊണ്ടുപോകണം. നിനക്ക് വരാൻ വിഷമമുണ്ടോ? വിഷമിച്ച കാശ് കിട്ടോ? വരുന്നിടത്ത് വെച്ച് കാണാം. എന്താ? ആ ആ, അതാണ്ട് ഇങ്ങോട്ട് അതോട്ട് കിടത്തല്ലേ കിടത്തല്ലേ. പിടിച്ചോ. ആ, മൂത്തി അത് ഓർമ്മ. ഒരാളെ പറ. അവിടെ അറിഞ്ഞോ? വാ. ആ, ശകലം കൂടെ. വേണ്ട, വണ്ടി ഓടിക്കാനുള്ള. ഇതാ വായിലോട്ട് വെച്ചോട്. അച്ഛൻ വലിക്കില്ല. അത് പണ്ടല്ലേ ഇടൂ. ഇതങ്ങോട്ട് പോയി വല്ലവന്റെയും വായിച്ചെന്ന് വീണാ നമ്മുടെ വെള്ളത്തിലാവാച്ചാനെ. അല്ലെങ്കിൽ ഇനിയിപ്പോ എന്താന്ന് വലിക്കേ? ഉറങ്ങല്ലേ? വണ്ടി ഓടിക്കുമ്പോ ഉറങ്ങരുത് കേട്ടാ. അല്ല, ഉറങ്ങരുത്. ഒരു 12 മണിക്ക് എത്തുമോ? ആ, നോക്കട്ടെ.
ഈ 3 പേരുടെ ശവം നോക്കി. എത്തിയോ? ഇവിടെ വടകരെ വടകരയെത്തും. വടകരയിൽ ഞാൻ വഴി നടക്കുമ്പോൾ വടകരയിൽ ഞാൻ അട്ടിപ്പിട്ടി നടക്കുന്നു, അട്ടിപ്പിട്ടി നടക്കുന്നു. അടിപിടി വടക്കത്തെ ഞാൻ വഴി നടക്കുമ്പോ അട്ടിപ്പിട്ടി നടക്കുന്നു. വടകരയുള്ള വഴിയിലോടുമ്പോ വെള്ളത്തിലാക്കല്ലേ. കൈയും കാലും നിവർത്തി. ഞങ്ങളുടെ കാശ് തന്ന് ഞങ്ങളെ പറഞ്ഞു വിടും. അത് കഴിഞ്ഞിട്ട് മതി മടക്കലും നൂർക്കലും ഒക്കെ. ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ലല്ലോ. 2500 പോരെ? ചങ്ങാതി, സ്വന്തം തന്തയുടെ ശവം കൊണ്ടുവരുമ്പോഴെങ്കിലും പിച്ചത്തരം കാണിക്കാടൂ. മൊത്തമുണ്ടല്ലോ. ഞങ്ങള് പോയിട്ട് മതി അവരെ വിളിച്ചോടുന്നത്. വെറുതെ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിട്ട്. ഞങ്ങള് പോവാ. അപ്പൊ ഞങ്ങള് പോട്ടെ. ഹലോ, അപ്പൊ ഞങ്ങള് ആയിരം പൊൻപണം വീണു കിട്ടി, നമുക്കായിരം പൊൻപണം വീണു കിട്ടി. ആലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ 1000 പൊൻപണം വീണു കിട്ടി. 1000 പൊൻപണം വീണു കിട്ടി, നമുക്കായിരം പൊൻപണം വീണു കിട്ടി. ആലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ 1000 പൊൻപണം വീണു കിട്ടി. എന്താ പറ്റിയടാ? പറച്ചനെ ചതിച്ച എന്താ പറ്റിയടാ? നോക്കണ്ട നീ എന്താ ആക്സിൽ ഒടിഞ്ഞു കേട്ടാ. അയ്യോ, നിന്റെ കൂടെയൊക്കെ ഈ വണ്ടി കയറി എന്നെ പറഞ്ഞാ മതി. ഇവിടെ അടുത്ത് വല്ല വർക്ക്ഷോപ്പ് ഉണ്ടോ നോക്കാം. വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്ന കാര്യമില്ല. നേരം വെളുത്ത് പുതിയ ആക്സിൽ വാങ്ങിച്ചു വന്നാലേ നന്നാക്കാൻ പറ്റൂ. 500 രൂപയും പോയി, ഉറക്കവും പോയി. 500 രൂപ പോകുന്നേ പോട്ടെ, ബാക്കി 2500 ഉണ്ടല്ലോ. ഉറക്കം കളയാൻ ഞാനില്ല, ഞാൻ ഉറങ്ങാൻ പോവാ. ചെന്നേരം ഉറങ്ങും. ഓ, ഗുഡ് നൈറ്റ്. സാറേ സാറേ തീപ്പെട്ടി ഉണ്ടോ? പഴം തന്ത തന്തയൊന്നുമില്ല. തീപ്പെട്ടി ചോദിച്ചോണ്ട് വന്നു. നീ സ്വപ്നം കണ്ടാന്ന് ചുമാരി. ഞാൻ ഈ കാറി കിടക്കത്തില്ല. ഇതിന്റെ അകത്ത് ഇപ്പോഴും ശവത്തിന്റെ മണം ഉണ്ട്. ഞാൻ എന്റെ വീട്ടിൽ പോവാ. പാതിരാത്രിക്ക് വണ്ടി നടന്നു പോയിക്കോളാം. നമുക്ക് ആ കടപ്പുറത്ത് പോയി കിടക്കാം. ആ തന്തതുകൊണ്ട് നീ ക്ലാസ് കയറിയിട്. ഈ നാശത്തിനെ പിടിച്ച് വണ്ടി ആൾക്കാരുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? എന്താടാ? പണ്ട് സെമിത്തേരി പോയി ഒറ്റയ്ക്ക് കിടക്കാന്ന് പറഞ്ഞ് വാത് വെച്ചിട്ടുള്ളവനാ ഞാൻ. എന്നിട്ട് കിടന്നിട്ടുണ്ടോ? അടുത്തവരെയൊക്കെ പോയി കിടക്കും. തല്ലി കൊന്നുകൊണ്ടേ നടണം. നല്ല ഉറക്കാൻ പറ്റതാ. അത് കളഞ്ഞു. ആ സാധനത്തിന്റെ മുഖം ഞാൻ ശരിക്കും കണ്ടതുപോലുണ്ട്. ഇക്കണക്കിന് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവന്മാരുടെ കാര്യം സമ്മതിക്കണം.